പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ബദ്ധവൈരികൾ എന്ന് പറയുന്നത് ലിവർപൂൾ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു ബദ്ധവൈരികളുടെ ലിസ്റ്റിൽ ഏറ്റവും മുകളിലുള്ള പേര് ലിവർപൂളിൻ്റെയാണ്. തൊട്ടടുത്ത പേര് എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെയാണ്. അപ്പം ഇന്ന് നടക്കാൻ പോകുന്ന മാഞ്ചസ്റ്റർ ഡെർബി എന്ന് പറയുന്നത് 197ാമത്തെ മാഞ്ചസ്റ്റർ ഡെർബിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ ഡെർബി എന്ന് പറയുമ്പോഴത്തേനും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ സിറ്റി ഫാൻസിനെ സംബന്ധിച്ചും എല്ലാവരും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് നോക്കിക്കാണുന്നൊരു സാധനമാണ്. പക്ഷേ നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിൻ്റെയൊക്കെ കാര്യം നോക്കിയാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ഒരു ഫിക്സ്ചർ വരുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ ഒരു മത്സരം എനിക്ക് തോന്നുന്നത് കുറേ കൂടെ നമ്മൾ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ടും അത്ര പേടിയോടെ അല്ല ഈ ഒരു മാഞ്ചസ്റ്റർ ഡെർബിയെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. പെപ് ഗോർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി ടീമുകളെയൊക്കെ നോക്കിയാൽ അതിലേറ്റവും വീക്കറായിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റി ടീമിനെയാണ് ഈ ഒരു മാഞ്ചസ്റ്റർ ഡെർബിയിൽ നമ്മൾ നേരിടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു സീസണിലെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പെർഫോമൻസ് ഒക്കെ നോക്കിയാൽ ആദ്യത്തെ 3 മത്സരങ്ങളിൽ 2 മത്സരവും തോറ്റ്. നമ്മൾ നോക്കിയാൽ ഏകദേശം 2004-2005 സീസണ് ശേഷം ആദ്യമായിട്ടാണ് മാഞ്ചസ്റ്റർ സിറ്റി ആദ്യത്തെ 3 മത്സരങ്ങളിൽ 2 മത്സരവും തോറ്റ് നിൽക്കുന്നത്. പ്ലസ് നിങ്ങൾ നോക്കിയാൽ ആ ഒരു പോയിന്റ്സ് ടേബിൾ നോക്കിയാൽ യുണൈറ്റഡിനും പുറകിൽ 16ാം സ്ഥാനത്താണ് സിറ്റിയുടെ ഇപ്പോഴത്തെ ആ ഒരു പോയിന്റ്സ് ടേബിളിൽ അവരുടെ പൊസിഷൻ. ഇതും ശരിക്കും 2020 ശേഷം ആദ്യമായിട്ടാണ് നമ്മളൊരു ഡെർബിക്ക് മുന്നേ അല്ലെങ്കിൽ ആദ്യത്തെ ഈ ഒരു 3 മത്സരത്തിനൊക്കെ ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനേക്കാളും പുറകിൽ ആ ഒരു പോയിന്റ്സ് ടേബിളിൽ നിൽക്കുന്നത്. അപ്പം ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് അവരുടെ ടീമിൻ്റെ വീക്ക്നെസ് അല്ലെങ്കിൽ ടീം എത്രമാത്രം സ്ട്രോങ് ആണ് എന്തുമാത്രം വീക്കാണ് എന്നുള്ള കാര്യമൊക്കെ എക്സ്പോസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്ലസ് അവരുടെ ഇഞ്ചുറി കൺസേൺസ് അല്ലെങ്കിൽ ഇഞ്ചുറി പ്രശ്നങ്ങൾ ഏകദേശം 10 പ്ലെയേഴ്സിനടുത്ത് ഈ ഒരു ഡെർബിയിൽ കളിക്കത്തില്ല അല്ലെങ്കിൽ ഇഞ്ചുവേർഡായിട്ട് പുറത്തിരിക്കുമെന്നാണ് കേൾക്കുന്നത്. അതിലേതായാലും റയാൻ ഷെർക്കി അതുപോലെ തന്നെ ഒമർ മർമൂഷ് ഇങ്ങനത്തെ പ്ലെയേഴ്സ് എന്താണേലും കാണത്തില്ല. പിന്നെ കുറേ പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റ് തന്നിരിക്കുന്നതൊക്കെ ഡൗട്ട്ഫുൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പല പ്ലെയേഴ്സിൻ്റെ പേര് കേൾക്കുന്നത്. അതിൽ ജോൺ സ്റ്റോൺസ്, ജോസ്കോ ഗ്വാഡിയോള്, സവീഞ്ഞോ അല്ലെങ്കിൽ റിക്കോ വില്യംസ്, ഫിൽ ഫോഡൻ. അപ്പം ഇങ്ങനത്തെ വമ്പൻ പ്ലെയേഴ്സ് അല്ലെങ്കിൽ ഗെയിമിനെ ഈ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സ് ഒക്കെ ഡൗട്ട്ഫുൾ ആണ് എന്നുള്ളത് ശരിക്കും സിറ്റിയെ സംബന്ധിച്ച് എന്നാ പറയുക സിറ്റിയുടെ ചാൻസസിനെ കെടുത്തുന്ന കാരണങ്ങളിൽ ഒന്നാണ്. ഇപ്പോഴത്തെ നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു സിറ്റി ടീമിനെതിരെ നമ്മൾ എങ്ങനെ കളിക്കണം എന്നുള്ളത് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് അനുസരിച്ച് നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റി ടീമിനെ തോൽപ്പിക്കാൻ പറ്റും. നമ്മുടെ സ്ട്രെങ്തിനനുസരിച്ച് നമ്മൾ കളിക്കുക എന്ന് പറയുന്നത് ഈ സിറ്റി ടീമിനെ സംബന്ധിച്ച് അവരെ കുറച്ച് അൺകംഫർട്ടബിൾ ആക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ ടോട്ടനാമിൻ്റെ മാച്ച് ഞാൻ കണ്ട മാച്ച് എന്ന് പറയുന്നത് ഈ സീസണിലെ സിറ്റിയുടെ മാച്ച് നോക്കിയാൽ ടോട്ടനാമിനെതിരെയുള്ള മാച്ച്. അപ്പോൾ അതിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർക്കെതിരെ ആ ഒരു എക്സ്പ്ലോസീവ് ഫുട്ബോൾ, അത് ഭയങ്കര അഗ്രസീവ് ഫുട്ബോൾ, ആ ഒരു ഫിസിക്കാലിറ്റി കാണിക്കുകയും ആ ഒരു 1v1 ബാറ്റിൽസിൽ പോയി അത് ജയിക്കുക, 50-50s ആ ഒരു സംഭവങ്ങളൊക്കെ ജയിച്ച് ഇവരെ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ആ ഒരു അഗ്രഷൻ നമ്മൾ ആ ഒരു ആർസണൽ മാച്ചിൽ നമ്മൾ കാണിച്ച പോണത്തെ ആ ഒരു അഗ്രസീവ് ഫുട്ബോൾ, ആ ഒരു കയോട്ടിക് ഫുട്ബോൾ ഇവർ ഈ ഒരു സിറ്റിയെ കൊണ്ട് അവരുടെ ആ ഒരു ഫ്രീ ഫ്ലോയിങ് ഫുട്ബോൾ കളിപ്പിക്കാൻ സമ്മതിക്കാതെ ആ ഒരു കെയോസിലോട്ട് എൻഡ് ടു എൻഡ് ഫുട്ബോളിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം. ആ ഒരു അഗ്രഷനും ഇൻറ്റൻസിറ്റിയും ഫിസിക്കാലിറ്റിയും ബാറ്റിൽസും അതിലൊക്കെ നമ്മൾ ത്രൈവ് ചെയ്യണം. പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാച്ചിൽ നമ്മുടെ ഈ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ ഈ ഒരു അഗ്രഷൻ, ഇൻറ്റൻസിറ്റി, ഫിസിക്കാലിറ്റി ഇതൊക്കെ സക്സസ്ഫുൾ നമ്മൾ ആ ഒരു ആർസണൽ മാച്ചിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഈ മൗണ്ട് അതുപോലെ തന്നെ മത്തേസ് കുണിയയുടെയൊക്കെ ഓഫ് ദ ബോള് വർക്ക് റേറ്റ് ആണ്. അപ്പോൾ ആ 2 പ്ലെയേഴ്സ് മത്തേസ് കുണിയയും അതുപോലെ തന്നെ മേസൺ മൗണ്ടും ഈ ഒരു മാച്ചിൽ ഇല്ല എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഭയങ്കര ഒരു തിരിച്ചടി തന്നെയാണ്. ഇപ്പോൾ 2 പ്ലെയേഴ്സിൻ്റെ കാര്യമല്ലേ ഉള്ളൂ എന്ന് പറയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇവർ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് പ്ലെയേഴ്സാണ്. ഇപ്പോൾ ഇവരില്ലാത്തതുകൊണ്ട് തന്നെ നാളെ ഈ ഒരു ലെഫ്റ്റ് ഇൻറ്റീരിയർ നമ്പർ 10 ആയിട്ട് കളിക്കാൻ പോകുന്നത് ബ്രൂണോ ഫെർണാണ്ടസ് ആയിരിക്കും. അപ്പം നമുക്ക് ആ ഒരു സ്ക്വാഡ് ഡെപ്ത് കുറവായതുകൊണ്ട് തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ആയിരിക്കും അവിടെ ആ ഒരു ലെഫ്റ്റ് ഇൻറ്റീരിയറായിട്ട് കളിക്കാൻ പോകുന്നത്. പിന്നെ സെസ്കോ നാളെ ആദ്യമായിട്ട് ആ ഒരു യുണൈറ്റഡിന് വേണ്ടി സ്റ്റാർട്ടിങ് 11-ൽ ഇറങ്ങും എന്നൊക്കെ നമുക്ക് കാണാം. അല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് ഇല്ല, സെസ്കോയെ തന്നെ ഇറക്കിയേ പറ്റത്തുള്ളൂ. സെസ്കോയുടെ കൂട്ടത്തിൽ വന്ന പല പ്ലെയേഴ്സും അതിപ്പം ആർസണലിൻ്റെ സ്ട്രൈക്കർ ആണെങ്കിലും അതുപോലെ തന്നെ ഇന്ന് ന്യൂകാസലിന് വേണ്ടി കളിച്ച നിക്
വാൾട്ടർ മെയ്ഡ് അവനൊക്കെ ആണെങ്കിലും വാൾട്ടർ മെയ്ഡ് ആണെങ്കിൽ അവൻ്റെ ആദ്യത്തെ മത്സരത്തിൽ തന്നെ അവൻ ഹെഡർ വഴി അവൻ സ്കോർ ചെയ്തു. വിക്ടർ ഗ്യോക്കോറസ് ആണെങ്കിലും കണ്ടിന്യൂസ് മത്സരങ്ങളിൽ ഇപ്പം സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെസ്കോയെ നമ്മൾ കളിപ്പിച്ചാൽ പറ്റത്തുള്ളൂ. സെസ്കോയുടെ ആ ഒരു ഏരിയയിലുള്ള പുള്ളിയുടെ ആ ഒരു സ്ട്രെങ്ത് അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന തരത്തിൽ ക്രോസസ് കൊടുക്കണം. പിന്നെ നമ്മൾ നോക്കിയാൽ ടോട്ടൻഹാം അറ്റാക്ക് ചെയ്ത പോലെ തന്നെ ആ ഒരു വൈഡ് ടാർഗറ്റ് മാൻ അല്ലെങ്കിൽ റിച്ചാലിസൺ ആ ഒരു വൈഡ് ടാർഗറ്റ് മാനായിട്ട് യൂസ് ചെയ്തിട്ട് അവരുടെ ഈ ഒരു സിറ്റിയുടെ ഡിഫെൻസീവ് ഹൈലൈനിന് എഗൻസ്റ്റ് ആയിട്ട് ആ ഒരു അല്ലെങ്കിൽ അവരുടെ ഡിഫെൻസീവ് ഹൈലൈനിന് ബാക്കിലോട്ട് ബോൾ ഫീഡ് ചെയ്ത് റിച്ചാലിസൻ്റെ റൺസിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ടോട്ടൻഹാം ശ്രമിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ കൂടുതലും മൂവ്മെൻറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു ലെഫ്റ്റ് വിങ് വഴിയായിരിക്കും നമ്മൾ ബോൾ കൂടുതലും പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ നമ്മൾ ബാക്കിൽ നിന്ന് പയ്യെ കമ്പൈൻ ചെയ്ത് 1-2 പാസ്, മൂന്നാമത്തെ പാസ് എന്ന് പറയുന്നത് എംബ്യൂമോടെയോ അല്ലെങ്കിൽ സെസ്കോടെയോ റൺസിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയായിരിക്കണം ചെയ്യേണ്ടത്. സെസ്കോയുടെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ ക്രോസസ്, അത് എംബ്യൂമോ ആയാലും അതുപോലെ തന്നെ അമാദ് ആണെങ്കിലും അവിടെ നിന്നുകൊണ്ട് ക്രോസസുകൾ കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നാലേ നമ്മുടെ സ്ട്രൈക്കറിനെ നമുക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് വീണ്ടും ഒരു റാസ്മസ് ഹോയ്ലൻഡായി മാറും. ചെക്കൻ റാസ്മസ് ഹോയ്ലൻഡ് ഇന്നലെ നാപ്പോളിക്കെതിരെ ആദ്യത്തെ 12 മിനിറ്റിൽ അവൻ ആ ഒരു ഡെബ്യൂ ഗോളൊക്കെ നേടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രൈക്കറിനെ അവൻ്റെ സ്ട്രെങ്തിനനുസരിച്ച് അവനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന തരത്തിൽ അവന് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം യുണൈറ്റഡ് നടത്തണം. അതുപോലെ തന്നെ ഈ ഹൈ അഗ്രസീവ് ഹൈ ഇൻറ്റൻസിറ്റി ഫുട്ബോൾ, അതേപോലെ തന്നെ ഈ എന്നാ പറയുന്നത് ഡയറക്ട്നെസ്, നമ്മുടെ ഗെയിമിൽ മാക്സിമം ഡയറക്ട്നെസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. പെട്ടെന്നുള്ള പാസസ്, ആ 2-3 പാസ്, 1-2 മൂന്നാമത്തെ പാസ് എന്ന് പറയുന്നത് ഇവരുടെ ഫൈനൽ തേർഡിൽ എത്തണം. അപ്പോൾ ആ ഒരു ഡയറക്ട്നെസ്സും കാര്യങ്ങളൊക്കെ കാണിക്കണം. ആ ഒരു കാര്യത്തിലാണ് സിറ്റി ശരിക്കും ആടി ഉലയാറ്. അപ്പോൾ അത് കൂടാതെ സിറ്റി ഈ വിത്ത് ദ പൊസഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സിറ്റിയെ നോക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു ഇനീഷ്യൽ ആ ഒരു എന്നാ പറയുന്നത് ബിൽഡപ്പ് ഫേസിലൊക്കെ നമ്മൾ ആ ഒരു ടോട്ടൻഹാം ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്ത് പ്രസ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ സിറ്റി ബോൾ ലൂസ് ചെയ്യുന്നുണ്ട്, പൊസഷൻ ലൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു ഹൈ ടേൺ ഓവർ വഴി അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഹൈ ഇൻറ്റൻസിറ്റി ഫുട്ബോൾ മിനിറ്റ് 1 മുതൽ അവസാനിക്കുന്ന സമയം വരെ കളിച്ചാൽ യുണൈറ്റഡിന് ജയിക്കാൻ പറ്റുന്ന ഒരു മത്സരമാണ്. അപ്പം ബ്രൂണോ ഫെർണാണ്ടസ് ഈ ഒരു നമ്പർ 10 റോളിൽ കളിക്കുന്നതുകൊണ്ട് തന്നെ നാളെ ആ ഒരു നമ്പർ 8 റോളിൽ ആര് കളിക്കും എന്നുള്ളത് അമോറിമിനെ സംബന്ധിച്ചൊരു തലവേദനയുടെ കേസാണ്. കാരണം അമോറിമിൻ്റെ മുന്നിലുള്ള 2 ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് കോബി മെനുവാണ്, അല്ലെങ്കിൽ മാനുവൽ ഉഗാർത്തയാണ്. അപ്പം നാളെ ഇവർ അമോറിം മാനുവൽ ഉഗാർത്തെ സ്റ്റാർട്ട് ചെയ്തിട്ട് മാനുവൽ ഉഗാർത്തെ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കോബി മെനു നമ്മുടെ അമോറിമിൻ്റെ മുകളിലുള്ള പ്രഷർ ഇരട്ടിയായി മാറും. കാരണം കോബി മെനു എന്ന് പറയുന്ന എനിക്ക് തോന്നുന്ന കുറേ കൂടെ ഒരു സേഫർ ഓപ്ഷൻ, അമോറിമിനെ സംബന്ധിച്ച് കുറേ കൂടെ ഒരു സേഫർ ഓപ്ഷൻ എന്ന് പറയുന്നത് കോബി മെനുവിനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് മാത്രമല്ല നമ്മുടെ മിഡ്ഫീൽഡ് നോക്കിയാൽ ഇപ്പോൾ കസമീറോയുടെ കൂട്ടത്തിൽ കസമീറോ, കോബി മെനു, അല്ലെങ്കിൽ കസമീറോ, ഉഗാർത്തെ, ബ്രൂണോ ഫെർണാണ്ടസ്, അപ്പോൾ ആ ഒരു മിഡ്ഫീൽഡ് നോക്കിയാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബോൾ പ്ലേയിങ് അല്ലെങ്കിൽ വിത്ത് ദ ബോൾ കുറേ കൂടെ ഏബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ വേണം. അപ്പോൾ ആ ഒരു ഉഗാർത്തെ എന്ന് പറയുന്നത് വിത്ത് ദ ബോൾ കുറച്ച് ലയബിലിറ്റി ആണ് അവൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചും ഈ സിറ്റിയുടെ റോഡ്രി, തിജാനി റെയിൻഡേഴ്സ്, അതുപോലെ തന്നെ ബെർണാഡോ സിൽവ, ഇവരുടെ മിഡ്ഫീൽഡിൻ്റെ മുന്നിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയുന്നത് ആ ഒരു ബോൾ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മിഡ്ഫീൽഡർ കുറേ കൂടെ ടെക്നിക്കലി ഏബിൾ ആയിട്ടുള്ള കോബി മെനു കളിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ കുറേ കൂടെ അമോറിമിനെ സംബന്ധിച്ചാണെങ്കിലും കുറച്ചുകൂടെ റിസ്ക് കുറഞ്ഞ ഓപ്ഷൻ എന്ന് പറയുന്നത് കോബി മെനു ആണ്. അപ്പോൾ കോബി മെനു വന്ന ആ ഒരു ഫസ്റ്റ് ഹാഫിൽ മര്യാദയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ 10-60 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും വേണമെങ്കിൽ ഉഗാർത്തെ കൊണ്ടുവരാം. അപ്പോൾ അത് ശരിക്കും അമോറിമിന് ഒരു കുറച്ചുകൂടെ സേഫറായിട്ടുള്ള ഓപ്ഷനാണ് ഈ കോബി മെനു എന്ന് പറയുന്ന പ്ലെയറിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് കോബി മെനു ആയിരിക്കണം ആ ഒരു കസമീറോടെ കൂട്ടത്തിൽ ആ ഒരു മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മൾ നോക്കിയാൽ അപ് ടോപ്പ് സെസ്കോ നാളെ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ബ്രൂണോയുടെ കാര്യം ഞാൻ പറഞ്ഞു, ബ്രൂണോ, ബ്രയൻ എംബ്യൂമോ റൈറ്റ് സൈഡഡ് നമ്പർ 10, വിങ് ബാക്കായിട്ട് റൈറ്റിൽ വിങ് ബാക്കായിട്ട് അമാദ് ഡിയാലോ, ലെഫ്റ്റിൽ ഡോർഗു, പിന്നെ ബാക്കിൽ നമുക്കറിയാം ബാക്ക് 3 എന്ന് പറയുന്നത് ഷോ, ഡിലീറ്റ്, യോറോ. അപ്പം ഇതായിരിക്കണം അല്ലെങ്കിൽ ഇതായിരിക്കും യുണൈറ്റഡിൻ്റെ ടീം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ സ്കോർ പ്രഡിക്ഷൻ ഒന്നും ഞാൻ നടത്തുന്നില്ല, പക്ഷേ യുണൈറ്റഡ് ജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാനിരിക്കുന്നത്. യുണൈറ്റഡ് ജയിച്ചാൽ പറ്റത്തുള്ളൂ. വരുന്ന മത്സരങ്ങൾ ചെൽസി, ബ്രെൻഫോർഡ്, ലിവർപൂള്, സണ്ടർലാൻഡ്,
ബ്രൈറ്റന് ഭീകരൻ മത്സരങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ജയിച്ചേ പറ്റത്തുള്ളൂ. അമോറിമിൻ്റെ ജോലിയിൽ തുടരണമെങ്കിലും യുണൈറ്റഡിന് ആ ഒരു എന്നാ പറയുന്നത് യൂറോപ്യൻ ഫുട്ബോളൊക്കെ എയിം ചെയ്യണമെങ്കിലും ഒക്കെ എന്താണെങ്കിലും നമ്മൾ മത്സരം ജയിച്ചേ പറ്റത്തുള്ളൂ. അതുമാത്രമല്ല, ഈ മത്സരങ്ങൾ ഓരോന്ന് ജയിക്കുന്നതിലൂടെ നമ്മുടെ ക്ലബ്ബിൽ ആ ഒരു എന്നാ പറയുന്നത് കുറച്ചുകൂടി ഒരു ശാന്തതയും ആ ഒരു കാംനെസ്സും മനസമാധാനവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ക്ലബ്ബിൽ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ജയിച്ചാൽ പറ്റത്തുള്ളൂ. സ്കോറിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ കമൻസിൽ ഇടുക. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് എന്നോട് സ്ഥിരം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിൻ്റെ വീഡിയോ കാണുന്നതിൽ പകുതി മുക്കാൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴൊക്കെ നീ അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം എന്ന് യൂട്യൂബ് എന്നോട് പറയുന്നുണ്ട്. സോ ഡു സബ്സ്ക്രൈബ്.